ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം. എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് എന്തെങ്കിലും വിരുന്ന് ആളുകൾ വന്നതിൻ്റെ പേർക്ക് പെട്ടെന്ന് വന്നത്. അപ്പോൾ വന്ന് ഞായറാഴ്ചയല്ലേ, ഇങ്ങനെ അവർ ഇന്നലെ വൈകുന്നേരം വന്നത്, ശനിയാഴ്ച വൈകുന്നേരം അവർ വന്നത്. പിള്ളേരും അനിയത്തിയും എല്ലാവരും വൈകുന്നേരം വന്ന്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആകുമ്പോഴേക്ക് ഞങ്ങൾ രാത്രി ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ എല്ലാം സംസാരിച്ചിട്ടെല്ലാം ആകുമ്പോഴേക്ക് കുറേ സമയമെല്ലാം വൈകിട്ട് കിടന്നുറങ്ങി. അതുപോലെ രാവിലെ അങ്ങനെ എണിക്കാൻ എല്ലാവരും കുറച്ച് വൈകും, ഞായറാഴ്ചയല്ലേ. അപ്പോൾ രാവിലെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് സമയം കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് ഇതെല്ലാം. രാവിലെ എണിച്ച് ജനലെല്ലാം ഡോറെല്ലാം തുറന്ന് വിരിയെല്ലാം നീക്കി. പിന്നെ വിചാരിച്ചു ഫുഡ് എല്ലാവരും എണിക്കുമ്പോഴേക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ കുറേ ആളുണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയ അപ്പമല്ലേ ചുടേണ്ടത്. പിന്നെ എനിക്ക് എണിച്ച പാടില്ല, രാവിലെ തന്നെ ഫുള്ളെല്ലാം ജനലും വാതിലും എല്ലാം തുറന്നിടണം. പിന്നെ എനിക്ക് ഇങ്ങനെ ഇരുട്ടായിട്ട് പണിയെടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് എണിച്ചിട്ട് നമ്മൾ ഒരു പണി ഇതാണ്, വാതിലും തുറന്നിടും, പിന്നെ ജനൽ പിരിനിൽക്കും, പിന്നെ വെളിച്ചെല്ലാം ഇടും. പിന്നെ എൻ്റെ പുറത്ത് 2 കിളിയുണ്ട്, ആങ്ങളെ തന്ന 2 കിളി. അതിനെ നോക്കും. അതിനെന്തെങ്കിലും രാത്രി പുറത്ത് വെക്കുന്നതല്ല, അപ്പം എന്തെങ്കിലും പിടിച്ചിന അങ്ങനെയെല്ലാം ഞാൻ ഫസ്റ്റ് വാതിൽ തുറന്നപ്പാട് അതിനെ ഫസ്റ്റ് അന്വേഷിക്കും പോയിട്ട്. രാവിലത്തെ ജോലി തുടങ്ങണമെങ്കിലേ രാവിലെ എണിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് എനിക്ക് ജോലി തുടങ്ങണമെങ്കിൽ. രാവിലെ ചായ അങ്ങനെയൊന്നും ഞാൻ കുടിക്കില്ല, വെറും ചായ ഒന്നും അങ്ങനെയൊന്നും കുടിക്കില്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നെ കുടിച്ച് തോന്നും. അത് ചൂടുവെള്ളവും എനിക്ക് വേണ്ട, നല്ല പച്ചവെള്ളമില്ലേ അതന്നെ ഞാൻ കുടിക്കും. ആ ഒരു ഗ്ലാസ് വെള്ളം മസ്റ്റ് രാവിലെ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്തും നടക്കാല. അങ്ങനെ അത് കുടിച്ചിട്ടായിട്ട് പിന്നെ ഞാനൊരു 10 മണിയാവോളം ഫുഡ് കഴിക്കാണ്ട് നിൽക്കും, വെള്ളം കുടിച്ചിട്ട്. അങ്ങനെ നമ്മൾ പണിയുള്ളതാ എല്ലാവരും എണിക്കുമ്പോഴേക്ക് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ചിക്കൻ കറീൻ്റെ പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ കറിയായെങ്കിൽ നമുക്ക് പിന്നെ അപ്പം ചൂടാമല്ലോ. അതിന് വേണ്ട നീരുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് എടുത്ത് ഞാനത് ഈസി ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ചിക്കനും നീരുള്ളിയും തക്കാളിയും എല്ലാം ഒന്നാകെ തന്നെ അതിലിട്ടിട്ട് വേവിച്ചിട്ട് മുളക് പൊടി എല്ലാം ഒരുപോലെ തന്നെ വേവിച്ചിട്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പൊതുവെ 3 ആളില്ലേ ഇങ്ങനെ കറി വെക്കൽ. ഞങ്ങൾ 4 പെണ്ണുണ്ട്, പിന്നെ 3 ആളും. അപ്പം ഞങ്ങൾ എന്താക്കും, ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയെങ്കിൽ ഇതേ കറി തന്നെ വെക്കൽ. എന്നില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിനാണ്, നല്ല രസമാണ്. നല്ല നമുക്ക് കോഴിൻ്റെ വച്ചാൽ കാസർഗോഡ് മഞ്ഞത്തണ്ണി എന്നല്ല പറയും, മഞ്ഞത്തണ്ണി വെക്കുന്ന അടിയല്ലേ. ഇതന്നെ ഒന്നാകെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ചിട്ട് പിന്നെ മിക്സിയിലടിച്ചിട്ട് കൂട്ടുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഗ്യാസിൽ ചട്ടി വെച്ചിട്ട് അത് ചൂടാൻ വെക്കില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചില്ല, ഏറെ എണ്ണ ആയെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അത് കുറച്ച് എന്തെങ്കിലും കുറുകി വരുമ്പോഴേക്കില്ലേ നല്ല ഓയിലും മുകളിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഞാനിത് നീരുള്ളി ഒന്ന് ഫസ്റ്റ് കായ്ക്കലൊന്നുമില്ല, എല്ലാം ഒക്കെ തന്നെ ഇടും. തക്കാളി, നീരുള്ളി, പിന്നെ പച്ചമുളകില്ലേ, പച്ചമുളക് ഇട്ട് വെക്കും. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊത്തമല്ലി പൊടി, ഗരം മസാല, ചിക്കൻ മസാല അങ്ങനെയെല്ലാം ഇട്ടിട്ട് കൊടുത്തതായിട്ട് തക്കാളിയും നീരുള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത ശേഷം ഇല്ല
പിന്നെ കുറച്ച് തണിയാൻ വെക്കും, ചൂടാറാൻ വെക്കും. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ ഉപ്പ് ഇടാം, അല്ലെങ്കിൽ പയ്യ ഉപ്പിടാം. എങ്ങനെ ഫസ്റ്റ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ മുമ്പേ ഉപ്പിട്ടിട്ട് കൊടുക്കും. എന്തെങ്കിലും നമ്മൾ നീരുള്ളി തക്കാളിയല്ലേ, നല്ലതുപോലെ അത് വെന്ത് കിട്ടും. എല്ലാം ഒന്നാകെ ഇട്ടിട്ട് കൊടുത്തിട്ടില്ലേ, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ല ഫുള്ള് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് ഇത് ഞാനില്ലേ കുറച്ച് ഉള്ളിയും തക്കാളിയും കുറച്ച് വെന്ത ശേഷമാണ് ഈ മണ്ടപ്പൊടി, കൊത്തമല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അതെല്ലാം ഇട്ട് കൊടുത്തത്, ഉപ്പ് അങ്ങനെല്ലാം ഇട്ട് കൊടുത്തത്. എന്നിട്ടായിട്ട് കുറച്ച് നേരം ഇങ്ങനെ പൊത്തി വെക്കണം മൂടി. പച്ചരി തലേന്ന് കുതിർത്ത് വെച്ചത്, അങ്ങനെ അത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടായിട്ടില്ലേ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ചോറും തേങ്ങ ഞാനിങ്ങനെ ഫ്രോസൺ വാങ്ങിയിട്ടുണ്ടായിന്, അതിട്ട് കൊടുത്തത്. മതിച്ചാൽ നമ്മൾ മറ്റേ തേങ്ങ നമ്മളെ പെരന്ന ആ തേങ്ങ ഇട്ട് കൊടുത്താവും. എനിക്ക് പിന്നെ രാവിലെ തന്നെ നമുക്കത് തേങ്ങ എടുക്കാനും വലിക്കാനും അതിന് ചിരകാനും നല്ല കുറേ പണിയുണ്ടായിട്ടില്ല. ഞാൻ ഈസി ആയിട്ട് പിന്നെ എൻ്റെ അടുത്ത് തേങ്ങ ഉണ്ടായിന്, തേങ്ങൻ്റെ ഫ്രോസൺ പൊടി ഉണ്ടായിന്, അതിട്ടിട്ട് കൊടുത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് ചോറും പിന്നെ ഒരു മുട്ടി ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ജ്യൂസിൽ അടിച്ച്. ഇപ്പോൾ ഇത് നമുക്ക് ഇത് കാസർഗോഡിലെ കൽത്തപ്പം എന്ന് പറയുമല്ലോ, നല്ല ചിക്കൻ്റെ ഗ്രേവിക്കില്ലേ, ചിക്കൻ്റെ ചാറിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയും ചെയ്ത് എളുപ്പപ്പണിയാണ് അങ്ങനെ. അപ്പോൾ ഇതൊന്നാടെ നമുക്കത് കൂട്ടിയിട്ട് വെച്ചെങ്കിലേ നീരുള്ളിയിലിട്ടിട്ട് നമുക്കത് അങ്ങനെ അത് നമുക്ക് അപ്പം ചുട്ടിട്ട് അവിടെ ഒന്ന് കൂട്ടി വെച്ചെങ്കിലേ നമുക്ക് ബാക്കിയെല്ലാം പണിയെടുക്കാം. അപ്പോൾ ഒരേ പണിയിൽ തന്നെ അങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആളെല്ലാം വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ എല്ലാം പണി ഈസി, അപ്പത്തിൻ്റെ പണിയെല്ലാം. അങ്ങനെ കാസർഗോഡ് ഇങ്ങനെയാണ്. കുറേ ആളെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കൂടാ, രാവിലെ ചിലപ്പോൾ കരിമ്പ് ചൂടും, പിന്നെ ഇത് ഇങ്ങനത്തെ കൽത്തപ്പം ചൂടും. അങ്ങനെ പണ്ടെല്ലാം അങ്ങനെ ഞങ്ങൾ ഉമ്മാരെല്ലാം ഉണ്ടാകുമ്പോക്ക് കുറേ ആൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഒത്തു കൂടുമ്പോക്ക് നമുക്ക് ഇങ്ങനെ രാവിലെ കടുമ്പ് ഇല്ലേ, കടുമ്പ് കൊത്തിപ്പത്തില് കടുമ്പ് അങ്ങനെയെല്ലാം രാവിലെ ചൂടും. അപ്പോൾ ഇതിപ്പോൾ ഇത് കൽത്തപ്പം എന്ന് പറയുന്നത് ഇത് നല്ല ഈസി ആയിട്ടുണ്ട്. ഇത് ആള് വന്നപ്പോൾ ഇതും ചൂടും. ഓരോരാൾക്ക് നല്ലല്ലേ തടി പോലത്തെ പാടണം കൽത്തപ്പം. ഞങ്ങളെ ഇടയില്ലേ നല്ല തടി ഇഷ്ടമല്ല, അപ്പോൾ നല്ല കട്ടി ആയിക്കൂടാ. അങ്ങനെ തെളുപ്പില് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തെളുപ്പ് ഭയങ്കര ഇഷ്ടം, നല്ല കാഞ്ഞിട്ട് കിട്ടുന്നില്ലേ. ഇവിടെ ഇതെല്ലാം ഒന്ന് തണിഞ്ഞിട്ട് ചിക്കന് അരിഞ്ഞിട്ടാണ് ഇത് ജ്യൂസിലിട്ടത്. അങ്ങനെ നമ്മളെ മസാല എല്ലാം ഇതാ റെഡി ആയിട്ടില്ലേ. ഇനി ഇതിപ്പോൾ നല്ലതുപോലെ തണിയണം മിക്സിയിൽ അടിക്കണമെങ്കിൽ. അപ്പോൾ അത് നല്ലതുപോലെ ചൂടെല്ലാറിയിട്ട് മിക്സിയിൽ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെ ഫ്രീസറിനടുത്ത് വെച്ച ചിക്കനെല്ലാം കഴുകിയിട്ട് എല്ലാം അരിഞ്ഞിട്ട് അത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ഒരു പണിയുമില്ല. ഇത് മിക്സിയിൽ ഇപ്പം അടിച്ചിട്ടായിട്ട് എന്താക്കും, ഇതേ ചട്ടിയില്ലേ, ഇതേ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചിക്കന് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ഈ അരിപ്പ് കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണമെങ്കിലേ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ബട്ടർ ഇടുന്നെങ്കിൽ അതിട്ടിട്ട് കൊടുക്കാം. ഞാനങ്ങനെ ബട്ടർ ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല. എന്തായാലും നല്ല പോലെ നമ്മൾ എണ്ണ കൂട്ടിയില്ലല്ലോ, അപ്പോൾ എണ്ണ കൂട്ടിയിട്ടാകുമ്പോൾ അങ്ങനെ ബട്ടർ വേണമെന്നില്ല. എണ്ണ കൂട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ മസാലയിൽ വേവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ബട്ടർ ഇട്ടിട്ട് കൊടുത്തിട്ട. അപ്പോൾ ഇനി ഇത് മിക്സിയിൽ അടിച്ചിട്ടായിട്ട് ഇനി ചിക്കന് വേഗം വെച്ചിട്ടായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. മസാല നല്ലതുപോലെ അടിച്ചെടുത്തില്ല, നല്ല എന്ത് പറയും, നല്ല നൈസാക്കിയിട്ട് എടുക്കണം. ഒന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കഴി കൊണ്ടൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചിക്കനില്ലേ, ആ ചിക്കന് ഇട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ഉപ്പിട്ടിട്ട് കയറ്റി വെച്ച് അങ്ങനെ ഇതാ ചിക്കനില്ലേ നല്ലതുപോലെ വെന്തിട്ടില്ല. നമുക്ക് മസാല കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം.
മുഴുവനായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. നല്ല ഗ്രേവി വേണം, കറി വേണം. അപ്പത്തിന് ഇതൊന്നും എരിവൊന്നും ഉണ്ടാവില്ല. ഞാനല്ല ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ ബട്ടർ ഇട്ടിട്ടാ എണ്ണ ഒഴിച്ചത് കൊണ്ട് ബട്ടർ ഇട്ടിട്ടില്ല. വെള്ളമാണെങ്കിൽ നമുക്ക് വയ്യ ഒഴിച്ചിട്ട് കൊടുക്കാം. ചിക്കനിൽ വെള്ള ആളാണെന്തോന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ കറി. ബട്ടർ ചിക്കൻ്റെ വേറൊരു ടൈപ്പ് കുറുക്കിയിട്ടുണ്ടാവും. വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഞങ്ങളുടെ കൽത്തപ്പം ഇവിടെ റെഡി. നല്ല അടിപൊളി ടേസ്റ്റാണ്. കൽത്തപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ടാകുമ്പോഴേക്കില്ല അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടം ഇത് കഴിക്കാൻ. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ കറിയുമായി അപ്പവുമായി അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനെത്തിക്കഴിഞ്ഞു. പിന്നെ പിള്ളേരൊന്നും എണിച്ചിട്ടില്ല. അവരെല്ലാം എണിക്കുമ്പോൾ പിന്നെ വിചാരിച്ചു അവർ പിന്നെ എണിക്കട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ. ഞങ്ങൾ രണ്ടാൾ ഫസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞു. നല്ല അടിപൊളി. ഭയങ്കര ഇഷ്ടമാണ് നെയ്ക്കലത്തപ്പം ചിക്കൻ്റെ ഇങ്ങനെ. അത് ചാറുമായി പിന്നെ മഞ്ഞത്തണി അങ്ങനെ എല്ലാം ആയില്ല ഒരുപോലായി. ചാറും എല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പിൽ നല്ല എരിവില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ സംസാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ ഉച്ചക്കത്തെ പണിയിലേക്ക് പോയി. ഉച്ചക്ക് പിന്നെ രാവിലെ വെച്ച കറി തന്നെ ഉണ്ടല്ലോ. പിന്നെ വിചാരിച്ചു ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആക്കാം വിചാരിച്ചു. പിള്ളേർക്ക് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർക്ക് ഇതെല്ലാവരും എണിച്ചിട്ട് വന്ന് ഓരോരാളെ എണിച്ചിട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ച് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പോൾ ഒരു 12:30 1 മണിയാകുമ്പോഴേക്ക് നല്ലതായിച്ചിട്ട് നമുക്ക് കുറച്ച് പഴം ഉണ്ടായി. അതിന് നല്ലതുപോലെ ജ്യൂസ് അടിച്ചിട്ട് അതിലേക്കൊരു ചെറുപുളി കൂട്ടിയിട്ട് കൊടുത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കാൻ. അപ്പോഴേക്ക് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ടി വി നോക്കുന്നത് ഇരുന്നിട്ട് എല്ലാം ബിരിയെല്ലാം ഇട്ടിട്ട് നിലത്ത് മാറ്റെല്ലാം പിരിച്ചിട്ട് എല്ലാവരും ഇരുന്നിട്ട് ടി വി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കാന്ന് വേണ്ടിയിട്ട്. കുറേ ആയി എല്ലാവരും ഒന്നാകെ കൂടാത്തത്. അപ്പോൾ എല്ലാവരും ഒന്നാകെ ഇങ്ങനെ കൂടുമ്പോൾ എല്ലാവരും ഇല്ല, ഇനിയും ഉണ്ട് ആൾക്കാർ. ഇത് ഒരാൾ തന്നെ വന്നിട്ടുള്ളത്, ഒരനിയത്തി തന്നെ വന്നിട്ടുണ്ട്. ഫാമിലിയിൽ എല്ലാവരും ഫുള്ള് നമുക്ക് നല്ല രസമല്ലേ. ഒന്നാകെ പിള്ളേരും ആളും എല്ലാവരും കൗച്ചിയും ഫുഡ് കഴിക്കലും ടി വി നോക്കലും സംസാരിക്കലും എല്ലാം നമുക്ക് ഒരു ഹാപ്പിയാണല്ലേ. മനസ്സിലൊക്കെ നല്ലൊരു സമാധാനം വരുന്നു. ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടി കാണുമ്പോഴൊക്കെ കുറേ ആയി ഒത്തുകൂടാത്തത്. അപ്പം ഇത് ഒരനിയത്തി മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ചോറില്ല, ഓൾറെഡി രാവിലെ ഞാൻ വെച്ച്. രാവിലെ തന്നെ കിച്ചണിലെ പണിയാകുമ്പോഴേക്കും എല്ലാ പണി എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നെയ്ച്ചോറ് ഞാൻ വെച്ച്. പിന്നെ ചിക്കൻ്റെ കറി ഉണ്ടല്ലോ, പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കാമല്ലോ. പിള്ളേർക്കെല്ലാം ഇഷ്ടമല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാകുമ്പോൾ പിള്ളേരെല്ലാവരും ചോറ് കഴിക്കും. അപ്പോൾ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ആക്കുക, അതിലേക്ക് പിന്നെ സലാഡും ഉണ്ടാക്കുക, പിന്നെ അച്ചാറും എല്ലാം ആകുമ്പോഴേക്കും മതി. ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴേക്കില്ലേ പിന്നെ ഇത് എന്തില്ലെങ്കിൽ കബാബിൻ്റെ പൊടിയില്ലേ, കബാബിൻ്റെ പൊടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഞാൻ ഇട്ടിട്ട. എനിക്ക് കബാബിൻ്റെ പൊടിയിൽ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് കബാബിൻ്റെ പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ കുറച്ച് തൈര്, പിന്നെ സോയ സോസ്, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമാണ് ഞാൻ ഇട്ടിട്ട് കൊടുക്കൽ. അത് നല്ലതുപോലെ പിന്നെ കുറച്ച് സിർക്ക ഒഴിച്ച് കൊടുക്കും. സിർക്ക ചെറുപുളി ഇല്ലാത്തപ്പോൾ ഇത് ഞാൻ തൈര് ഭയങ്കര പുളിയില്ലാത്ത തൈരാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ അതുകൊണ്ട് പുളി ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സിർക്ക അല്ലെങ്കിൽ ചെറുപുളി ഉണ്ടെങ്കിൽ ചെറുപുളി ഒഴിച്ച് കൊടുക്കും. അത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ചിക്കനെല്ലാം കഴുകി വെച്ചല്ലേ ആ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒരു
5 മിനിറ്റ് ഞാൻ കുറേ നേരം വെക്കാല, 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കും. എയർ ഫ്രൈയിൽ ഇത് ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് കുറേ സമയം കഴിയുമല്ലോ, പിന്നെ ഞമ്മ മാത്രം ഉണ്ടെങ്കിൽ എയർ ഫ്രൈയിലെല്ലാം വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാം വേഗം. ആൾക്കാർ ഇങ്ങനെ ആളെല്ലാം വന്നിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാലോ. അത് കുറേ സമയം പിടിക്കുന്നു. ചിലപ്പോൾ അത് വേല, ചിലപ്പം ഇങ്ങനെ വെന്തിട്ടുണ്ടാവും. പിന്നെ ഞമ്മല്ല ബോയിലാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നല്ലതുപോലെ കിട്ടും. എയർ ഫ്രൈയിലാക്കി അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല തന്തൂരി ചിക്കൻ പോലെ തന്നെ നല്ല നല്ല മണത്തിൽ നല്ല ഉണ്ടാകും. ഇത് നമുക്ക് അങ്ങനെ ഇപ്പം എണ്ണ കൂട്ടാണ്ട് തന്നെ ഇതിൽ വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. അതുപോലെ നമുക്കിങ്ങനെ ആളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് വേഗം പണിയാണ്ടേ. നമുക്ക് എപ്പോൾ കിച്ചണിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാർ വന്ന ആളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫുഡ് തന്നെ അങ്ങനെ ആണ്. ഒന്നെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നെങ്കിൽ, പിന്നെ കുറേ ആൾക്കാർ വന്നു നമ്മളെല്ലാവരും ഒന്നാകെ കൂടിയിട്ട് വെക്കുമ്പോൾ അത് വേഗമാണ്. അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ട് മേശയിൽ കൊണ്ടുവച്ചിട്ട് പിള്ളേരോടെല്ലാം പറഞ്ഞ്, പിള്ളേരെ പിന്നെ ഫുഡെല്ലാം കഴിച്ചോ, ബഫാക്കിയിട്ട് കഴിച്ചോ എന്ന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാം ഒരാൾ എടുത്തിട്ട് പിന്നെ ഓരോന്നേക്ക് വാട്ടാളെല്ലാം എടുത്തിട്ട് പകുതി ആൾ പിന്നെ അവിടെ ഹോളിൽ പോയിട്ട് ഇരുന്നിട്ട് എല്ലാവരും TV നോക്കിയിട്ട് ഹോളിൽ പോയിട്ട് ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ കിച്ചണിൽ ഇരുന്നിട്ട് കഴിച്ച്. പിന്നെ നമുക്ക് കിച്ചണിൽ ഇരുന്നിട്ട് കഴിക്കാനല്ല ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇരുന്നിട്ട് കഴിച്ച്. പിന്നെ ഇതാ രാത്രിയായിട്ട് നമുക്ക് എല്ലാവരും പോകാൻ കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് സ്കൂളായില്ലേ, തിങ്കളാഴ്ച തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു KFC ഓർഡർ ആക്കട്ടെ. അങ്ങനെ KFC ഓർഡർ ആക്കിയിട്ട് പിള്ളേർ എല്ലാവരും റെഡിയാക്കി പോകുന്നു. അങ്ങനെ രാത്രി KFC ഓർഡർ ആക്കിയിട്ട് KFC എല്ലാം കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പെരക്ക് പോയി. അപ്പം ഇതില്ല രാത്രി ഇതാ തിന്നും വേണ്ട ഓരോ ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇട്ടു, ഞാൻ ഒന്നും ഡിലീറ്റ് ആക്കാല, പിന്നെ വോയിസ് ഒന്നും ഞാൻ കുറക്കാല, എല്ലാം ഇതുപോലെ ഇടുമെന്ന് അവരോട് പറഞ്ഞിന്. അപ്പോൾ ഇത് എന്നെ ട്രോളാക്കുന്നത് കണ്ട, എന്നെ ഫുള്ള് ട്രോളാക്കിയിട്ട് വെക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിനും വ്ളോഗ് എടുക്കുന്നതിനെല്ലാം ട്രോളാക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ അറിയിക്കുക. ഇൻഷാ അള്ളാ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. This is collaboration of